എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഗ്ലോറിയസ് റെവല്യൂഷനാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഇതോടുകൂടി നമ്മുടെ വേൾഡ് ഹിസ്റ്ററി സീരീസിലെ റെവല്യൂഷൻസ് എല്ലാതും കഴിയാണ്. പിന്നെയുള്ളത് UN, അതുപോലെ തന്നെ മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ അതിൻ്റെ ഒരു ഭാഗമാണ്. അത് നമുക്ക് കുറച്ചും കൂടി ശേഷം ഒരു 1-2 മാസത്തിന് ശേഷം അല്ലെങ്കിൽ പ്രിലിംസിന് തൊട്ട് മുമ്പൊക്കെ ആയിട്ട് നമുക്ക് അതെടുക്കാം. ഓക്കെ. അപ്പോൾ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അല്ലെങ്കിൽ രക്തരഹിത വിപ്ലവം എന്ന് പറയുന്നത് 1688 നടക്കുന്നത്. അതിനു മുമ്പ് ആ ഒരു 17-ാം നൂറ്റാണ്ടിൽ തന്നെ പലതരത്തിലുള്ള സംഭവങ്ങൾ ഇംഗ്ലണ്ടിൽ സംഭവിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഈ ഏത് ഡൈനാസ്റ്റി ആയിരുന്നു നോക്കാം. ഇംഗ്ലണ്ടിലെ ആ സമയത്ത് ഭരിച്ചിരുന്നത് സ്റ്റുവർട്ട് ഡൈനാസ്റ്റിയാണ്. ഓക്കെ. അതിന് തൊട്ട് മുമ്പ് എലിസബത്ത് രാജ്ഞി വരെ ഉള്ള രാജപരമ്പരയായ ടുഡോർ രാജവംശം എന്നാണ് പറയാ. എലിസബത്ത് ഒന്നാം രാജ്ഞിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരു മൊണോപ്പൊളി, അതായത് ഇന്ത്യയിൽ പോകാനും അവിടെ കോളനി സ്ഥാപിക്കാനും കച്ചവടം സ്ഥാപിക്കാനുള്ള മൊണോപ്പൊളി, അതായത് ഇംഗ്ലണ്ടിൽ നിന്ന് വേറൊരാൾക്കും അതിനുള്ള അവകാശമില്ല. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മാത്രമേ ഉള്ളൂ. അത്തരത്തിലുള്ളൊരു ചാർട്ടർ കൊടുത്ത ഒരു രാജ്ഞി എന്നുള്ള രീതിയിൽ നമുക്ക് എലിസബത്ത് ഒന്നാം രാജ്ഞിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് വേറെ കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എലിസബത്ത് രാജ്ഞി ഹെൻറി 8-ാം രാജാവിൻ്റെ മകളാണ്. എന്തിനാണ് ഇത് പറയുന്നത് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവം നടന്നതും അതിനു മുമ്പ് നടന്നുള്ള ഒരുപാട് കാര്യങ്ങൾ വലിയൊരു കോൺഫ്ലിക്റ്റിന്റെ ഭാഗമാണ്. രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിന്റെ ഭാഗമായിട്ട് നമുക്ക് ഏറെക്കുറെ പറയാൻ പറ്റും. അതാണ് ആംഗ്ലിക്കൻ ചർച്ചും അതുപോലെ തന്നെ പ്യൂരിറ്റൻസ് എന്ന് പറഞ്ഞ ഒരു മതവിഭാഗവും തമ്മിലുള്ള ഒരു പ്രശ്നം. അത് ഉണ്ടാവാൻ കാരണം ഈ എലിസബത്ത് രാജ്ഞിയുടെ അച്ഛനായിട്ടുള്ള ഹെൻറി 8 രാജാവും ആ സമയത്ത് ഉണ്ടായിരുന്ന ചർച്ചും തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. അതായത് പോപ്പിന്റെ അടുത്ത് ഹെൻറി 8-ാം രാജാവിന് അദ്ദേഹത്തിന്റെ വംശപരമ്പര തുടരാനായിട്ടുള്ള മക്കളില്ലാത്ത കാരണം വേറൊരു വിവാഹം കഴിക്കണമെന്ന് പറയുകയും അത് പോപ്പ് സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്നതോട് കൂടിയിട്ട് ഹെൻറി 8-ാം എന്ത് ചെയ്തു, വേറൊരു ചർച്ച് ഇംഗ്ലണ്ടിൽ മാത്രമായിട്ട് ചർച്ച് ആരംഭിച്ചു. അതിന്റെ പേരാണ് ആംഗ്ലിക്കൻ ചർച്ച്. ഓക്കെ. ഈ ചർച്ച ആരംഭിച്ചത് പോപ്പിനോടുള്ള ഒരു വിരോധത്തിലും ഇദ്ദേഹത്തിന് വിവാഹം കഴിക്കാൻ സമ്മതിക്കാത്തതിലും മാത്രമാണ്. അതല്ലാതെ വേറൊരു റീഫോർമേഷൻ യൂറോപ്പിലാകെ നടക്കുന്നുണ്ട്. നമ്മൾ അത് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സുകളിൽ പഠിച്ചു അല്ലേ. ആരാണ് കാത്തലിക് ചർച്ചസ് എന്നും അതിൻ്റെ അനുയായികൾ ആരെന്നും അതേപോലെ തന്നെ പ്രൊട്ടസ്റ്റന്റുകൾ ആരാണെന്നും. അപ്പോൾ ഈ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് വന്നിട്ടുണ്ടെങ്കിൽ കൂടി ആ ചർച്ചിൽ കാത്തലിക് എലിമെന്റ്സ് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഈ പഴയ ഇന്റലിജൻസ് അതേപോലെ തന്നെ ഒരുപാട് പ്രൊട്ടസ്റ്റന്റ് രീതിയിലല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ഇതിനൊക്കെ നവീകരിച്ച് പ്രൊട്ടസ്റ്റന്റ് രീതിയിൽ ആംഗ്ലിക്കൻ ചർച്ചിനെ കൊണ്ടുവരണമെന്ന് താല്പര്യമുള്ള ഒരു മതവിഭാഗമായിരുന്നു പ്യൂരിറ്റൻസ്. ഓക്കെ. ഇവര് വളരെയധികം പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു ഇംഗ്ലണ്ടിൽ. പാർലമെന്റിലും എല്ലായിടത്തും ഇവർക്ക് നല്ല ഹോൾഡ് ഉണ്ട്. ഓക്കെ. അപ്പൊ ഇവരും അതേപോലെ തന്നെ ഓർത്തഡോക്സിക് ആയിട്ടുള്ള യാഥാസ്ഥിതികമായിട്ടുള്ള ചർച്ച മതിയെന്നും ആ പോപ്പുമായിട്ടൊക്കെ ബന്ധം വേണമെന്നൊക്കെ പറയുന്ന ഓർത്തഡോക്സിക് ആയിട്ടുള്ള ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ഇവർ തമ്മിലുള്ള മത്സരമാണ് ആക്ച്വലി ആ രക്തരഹിത വിപ്ലവത്തിലേക്ക് നയിക്കുകയും അവസാനം എന്തുണ്ടാവും, രക്തരഹിത വിപ്ലവത്തിലോട് കൂടിയിട്ട് ഈ പ്യൂരിറ്റൻസിന് മേൽക്കൈ ലഭിക്കുകയും ചെയ്തു. ഇത് മതത്തിന്റെ മാത്രം പ്രശ്നമല്ല, അതിൻ്റെ ഇടയിൽ പൊളിറ്റിക്കലായിട്ടുള്ള അധികാരത്തിന്റെ ഭാഗങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, രാജാവിന്റെ യുദ്ധം നടത്താനുള്ള ചെലവുകൾ, അതിനു വേണ്ടിയിട്ടുള്ള ടാക്സ് വിധിക്കൽ, ഇതിൻ്റെയൊക്കെ ഒരു കൺട്രോളും വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ റൈറ്റ്സ്, സ്റ്റേറ്റിനെതിരെ ഇൻഡിവിജ്വൽസിനുള്ള അവകാശങ്ങൾ, ഇതൊക്കെ ഇതിൽ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. ഓക്കെ. നമുക്ക് ജെയിംസ് ഒന്നാമത് നോക്കാം. അപ്പൊ എലിസബത്ത് രാജ്ഞി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എലിസബത്ത് രാജ്ഞി ഹെൻറി 8-ാമന്റെ മകളായിരുന്നു. അവരുടെ റീൻ കഴിഞ്ഞതിന് ശേഷം എലിസബത്ത് രാജ്ഞി വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ടുഡോർ രാജവംശത്തിലെ വേറെ ഒരു
ഭരണം തുടരാൻ വേറെ ആരും ഇല്ലാത്തത് സ്ഥിതിക്ക് അവരുടെ കസിൻ ആയിട്ടുള്ള ജെയിംസ് ഒന്നാമൻ ആണ് രാജാവായത് ഇംഗ്ലണ്ടിലെ. ഇവരുടെ രാജവംശമാണ് സ്റ്റുവർട്ട്. ഓക്കെ, ഈ എലിസബത്ത് രാജ്ഞിയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അവരുടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്യൂരിറ്റൻ അതുപോലെ തന്നെ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ തമ്മിലുള്ള കാത്തലിക് വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് മയത്തിൽ കൈകാര്യം ചെയ്യാൻ രണ്ടുപേരെയും ഒരേപോലെ അപ്പീസ് ചെയ്ത് ഒന്ന് അത് ബാലൻസ് ചെയ്യാൻ അവർക്ക് സാധിച്ചിരുന്നായിരുന്നു. രണ്ടാമത്തെ കാര്യം പാർലമെന്റുമായിട്ടും ഈവൻ എലിസബത്ത് രാജ്ഞി അതിൽ വളരെ ഡോമിനേറ്റ് ചെയ്തെങ്കിലും കൂടി പാർലമെന്റായിട്ട് കൺസൾട്ട് ചെയ്യുന്നതിലും ഉള്ളൊരു ഭരണ തന്ത്രജ്ഞത അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതൊന്നും കാണിക്കാതെ വളരെ സ്റ്റബോൺ ആയിട്ടുള്ള രാജാവായിരുന്നു ജെയിംസ് ഒന്നാമൻ. അതിനുശേഷം അദ്ദേഹത്തിന്റെ മകൻ ചാൾസ് ഒന്നാമൻ ഒക്കെ വളരെ എന്താ പറയാ അഡമന്റ് ആയിട്ടുള്ള ഈ ഡിവൈനിറ്റി റൈറ്റ്, നമ്മൾ പഴയ റെവല്യൂഷൻസ് ഒക്കെ പഠിച്ചല്ലോ, രാജാക്കന്മാരുടെ അവരുടെ രീതികൾ അതേപോലെ തന്നെ അവരുടെ ചിന്തകൾ എന്താണെന്ന് നമുക്കറിയാം. ഇത് രാജാധികാരം ദൈവദത്തമാണ്, വേറെ പാർലമെന്റോ ജനങ്ങളോ ഒന്നും രാജാവിനെ ഭരിക്കാനോ രാജാവിനോട് പറയാനോ ഉള്ള അവകാശങ്ങളൊന്നും ഇല്ലാത്തവരാണ്. അത്തരത്തിലുള്ള വളരെ അഡമന്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് വെച്ച് പോകുന്ന ആൾക്കാരാണ്. There are no privileges and immunities which can stand against divinely appointed king. ഇതാണ് അവരുടെ സ്റ്റാൻഡ്. ഓക്കെ, അതുപോലെ ടോട്ടൽ അതോറിറ്റി അവരെ സ്ഥാപിച്ചെടുത്തു. ഓക്കെ, ഇത് പല സമയത്തും അവരുടെ ജനങ്ങളുടെ പേഴ്സണൽ ലിബർട്ടി, അവരുടെ പ്രോപ്പർട്ടി സെക്യൂർ ചെയ്യുന്നതിനെ ഒക്കെ തടസ്സമായിട്ട് നിന്നു. അങ്ങനെയാണ് ഒരു ക്ലാഷ് ജെയിംസ് ഒന്നാമന്റെ കാലത്ത് ഉടലെടുക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ റിലീജിയസ് വ്യൂസ് ഞാൻ പറഞ്ഞല്ലോ, രണ്ട് ചേഞ്ചസ് ആയിട്ടുള്ളത്. ജെയിംസ് ഒന്നാമൻ കാത്തലിക് മതത്തിനോട് അല്ലെങ്കിൽ കാത്തലിക് ചർച്ചിനോട് കൂടുതൽ അടുത്ത് നിന്നു. അതിന് കാരണം എന്താ വെച്ചാൽ പോപ്പിന്റെ സപ്പോർട്ട് ഉണ്ട്. പോപ്പിന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റയർ യൂറോപ്പിൽ ഇവർക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടും. അതേപോലെ തന്നെ യുദ്ധം ചെയ്യാനും മറ്റു പല പല ബെനിഫിറ്റ് ഉണ്ട്. അതേപോലെ തന്നെ അവരുടെ ഇംഗ്ലണ്ടിലെ അകത്ത് തന്നെ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലർഗി ഇവരെയൊക്കെ സപ്പോർട്ട് കിട്ടുമെന്നുള്ളത് കൊണ്ട് ജെയിംസ് ഒന്നാമൻ കാത്തലിക് ചർച്ചിനോടൊപ്പമായിരുന്നു. ഇത് പ്യൂരിറ്റൻസിന് വലിയ ദേഷ്യം ഉണ്ടാക്കി. ഓക്കെ, അതുപോലെ തന്നെ ഇദ്ദേഹം ഈ പറഞ്ഞ പോലെ എല്ലാ രാജാക്കന്മാരും ചെയ്യുന്ന പോലെ ഒരുപാട് കടമെടുക്കുന്നു, അങ്ങനെ ഡെപ്റ്റ് ഉണ്ടാക്കുന്നു, വീണ്ടും ടാക്സ് ചെയ്യുന്നു. ഓക്കെ, പാർലമെന്റിനെ ആകെ കൂടി ഇദ്ദേഹം വിളിക്കുന്നത് അദ്ദേഹത്തിന് കൂടുതൽ പൈസ ആവശ്യമായിട്ട് വരുന്നു. എന്നിട്ട് പാർലമെന്റിനോട് പറയുന്നു കൂടുതൽ ടാക്സ് ചുമത്താൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു യൂണിറ്റ് ആയിട്ട് മാത്രമാണ് ഇദ്ദേഹം പാർലമെന്റിനെ കണ്ടത്. ഓക്കെ, അദ്ദേഹത്തിന്റെ കാലത്ത് പ്രത്യേകിച്ച് അത്തരത്തിലുള്ള ഒരു ഡെവലപ്മെന്റ്സ് ഒന്നും ഉണ്ടായില്ല. അടുത്ത ആളാണ് ചാൾസ് ഒന്നാമൻ. ഇദ്ദേഹത്തിന്റെ കാലം വളരെ പ്രധാനപ്പെട്ടാണ്. ഇദ്ദേഹത്തിന്റെ കാലത്താണ് സിവിൽ വാർ നടക്കുന്നത്. അതുപോലെ തന്നെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ഒപ്പിടിക്കുന്നത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രാജാവിന് എതിരായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. ഇതിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കൃത്യമായിട്ട് കാരണങ്ങളില്ലാതെ ജയിലിൽ അടയ്ക്കരുത്. അതുപോലെ തന്നെ ഒരു ക്വാർട്ടറിങ് സിസ്റ്റം ഉണ്ടായിരുന്നു. ക്വാർട്ടറിങ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ഒരു വീട്ടിൽ കുറച്ച് ഭാഗം മറ്റേ ആർമിക്കായിട്ട് കൊടുക്കുക, അവർക്ക് താമസിക്കാനായിട്ട് കൊടുക്കുക, ഇത്തരത്തിലുള്ള ഒരു ക്വാർട്ടറിങ് ഇതുണ്ടായിരുന്നു. അപ്പോൾ യുദ്ധകാലത്തിലല്ലാത്ത സമയത്ത് ഇത്തരത്തിലുള്ള ക്വാർട്ടറിങ് ഒന്നും ചെയ്യാൻ പാടില്ല. അതേപോലെ പീസ് ടൈമിൻ്റെ സമയത്ത് അനാവശ്യമായിട്ടുള്ള മാർഷ്യൽ ലോസ് ഇതൊന്നും എന്താ പറയുക മാർഷ്യൽ ലോസ് ഒന്നും നടപ്പിലാക്കാൻ പാടില്ല. അത്തരത്തിലുള്ള കുറച്ച് അത് പഠിക്കേണ്ട കാര്യമില്ല. പക്ഷെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന് മാത്രം പഠിച്ചാൽ മതി. ഇത് ചാൾസ് ഒന്നാമൻ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. ഇത് വെറുതെ ഒപ്പുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇത് പാലിക്കാനൊന്നും ഇദ്ദേഹം തയ്യാറായില്ല. എങ്ങനെയാണോ ജെയിംസ് ഒന്നാമൻ അതേപോലെ തന്നെയായിരുന്നു ചാൾസ് ഒന്നാമനും. ഓക്കെ, അതേപോലെ തന്നെ ഇദ്ദേഹം എന്ത് ചെയ്തു, ഒരു കാത്തലിക്കിനെ വിവാഹം കഴിച്ചു. ഇത് പ്യൂരിറ്റൻസിന് വലിയ പ്രശ്നം ഉണ്ടാക്കി. കാരണം ഇവരെ ഹെയർ ഉണ്ടാവുന്നത് അനന്തരാവകാശം ഉണ്ടാവുന്നത് വീണ്ടും കാത്തലിക് ആയിരിക്കും. ഓക്കെ, ഇദ്ദേഹം ഇതേപോലെ തന്നെ ഒരുപാട് തവണ ഇവരുമായിട്ട് പാർലമെന്റായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഒന്ന് പറയുന്നത് ടണ്ണേജ് ആൻഡ് പൗണ്ടേജ്. ഇത് ടണ്ണേജ് ആൻഡ് പൗണ്ടേജ് പഠിക്കേണ്ട കാര്യമില്ല. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈസൻസ് കൊടുക്കുമ്പോഴേ ഒന്ന് ലൈഫ് ലോങ് നിങ്ങൾക്ക് ഒരാൾക്ക് ലൈസൻസ് കൊടുക്കാം. അതല്ലെങ്കിൽ മീൻസ്
ട്രേഡ് ചെയ്യുന്നതിന്. അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് അതിന് ലൈസൻസ് കൊടുക്കാം. മേ ബി ഓരോ വർഷത്തിനനുസരിച്ച്. ഇത് ഇങ്ങനെ ഓരോ വർഷത്തിനനുസരിച്ച് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവ് ഓരോ വർഷവും പാർലമെന്റിന്റെ അടുത്ത് പോവുകയും ഇത് അപ്രൂവൽ വാങ്ങുകയും വേണം. ഇത് അദ്ദേഹത്തിന് താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് അതുമായിട്ടുള്ള പ്രശ്നം. ഓക്കെ. പിന്നെ പാർലമെന്റ് ഇല്ലാതെ തന്നെ ഇദ്ദേഹം ടാക്സ് ചെയ്യുക, അതേപോലെ തന്നെ നിയമങ്ങൾ ഉണ്ടാക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നു. അതേപോലെ തന്നെ ഇദ്ദേഹത്തിന് സ്കോട്ട്ലൻഡിൽ ഒരു റിവോൾട്ട് വന്നപ്പോൾ ഈ സ്കോട്ട്ലൻഡിലെ റിവോൾട്ട് അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് കൂടുതൽ പൈസ വേണ്ടി വന്നു. ആ സമയത്ത് ഇദ്ദേഹം ഒരു പാർലമെന്റ് വിളിക്കുന്നുണ്ട്. ഓക്കെ. 1640 അത് ഈ സ്ലൈഡിന് ശേഷം പറയാം. നമുക്ക് ഇംഗ്ലീഷ് സിവിൽ വാർ. അപ്പോൾ 1642 മുതലാണ് ഇംഗ്ലീഷ് സിവിൽ വാർ തുടങ്ങുന്നത്. 1649 ചാൾസ് ഒന്നാമൻ മരിക്കുന്നവരെയാണ്, മരിക്കുന്നതല്ല, അദ്ദേഹത്തിന് അസാസിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ആരൊക്കെയാണ് ഇത്, അതായത് ആരൊക്കെ തമ്മിലാണ് യുദ്ധം ചോദിക്കുന്നത്? പാർലമെന്റിന്റെ ഒരു ഫോഴ്സ്, അതേപോലെ തന്നെ ചാൾസ് രാജാവിന്റെ ഒരു ഫോഴ്സ്. ഓക്കെ. പാർലമെന്റിന്റെ ഫോഴ്സിൽ പലതരത്തിലുള്ള മിലീഷ്യ, അവിടെയുള്ള നാട്ടുരാജ്യങ്ങളിലുള്ള ആൾക്കാർ, അതുപോലെ പ്രൊട്ടസ്റ്റൻസ്, അതേപോലെ തന്നെ റൗണ്ട് ഹെഡ്സ്, റോഡ് ഹെഡ്സ് എന്നാണ് കേട്ടോ. ഓക്കെ. അത് ഞാൻ നോക്കിയിട്ട് പറയാം. ഇത് പാർലമെന്റിന്റെ ഫോഴ്സിനെ നയിച്ചത് ഒലിവർ ക്രോംവെലാണ്. അതൊന്ന് ഓർത്തിരിക്കണം. ഒലിവർ ക്രോംവെൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ സിവിൽ വാറിൽ. ഒലിവർ ക്രോംവെൽ പാർലമെന്റ് ഫോഴ്സിനെ നയിക്കും. ചാൾസ് രാജാവിന്റെ വേറൊരു അതിനെതിരായിട്ട് നൊബിലിറ്റി, അതുപോലെ റൂറൽ ജെൻട്രി, മെഴ്സിനറീസ്, റോയലിസ്റ്റ് എന്ന് പറയും. കാവലിയേഴ്സ് എന്നാണ് റോയലിസ്റ്റിനെ വിളിക്കുക. കാവലിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിരപ്പുറത്ത് പോകുന്ന ആൾക്കാരെന്നുള്ളതിന്. ഓക്കെ. ഈ റൗണ്ട് ഹെഡ്സും കാവലിയേഴ്സും ഒരു ആക്ച്വലി കറക്റ്റ് നെയിം അല്ല, അതായത് ഒരു നിക് നെയിമാണ്. ആക്ച്വലി ഇൻസൾട്ടായിട്ട് വിളിച്ചിരുന്നതാണ് ഇവർ. ഇത് രണ്ടും ഒരു ഇൻസൾട്ടിങ് നെയിമായിട്ട് വിളിക്കുന്നതാണ്. ഓക്കെ. ഓക്കെ. ഇത് 1642 മുതൽ 1646 വരെ നടക്കും. പിന്നീട് വീണ്ടും അത് 1648 മുതൽ 1649 വരെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയുണ്ടായി. ചാൾസ് രാജാവിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതോടുകൂടിയിട്ട് ഇത് ഈ സിവിൽ വാർ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഫ്രഞ്ച് കമ്മ്യൂണിറ്റീനെ അല്ലെങ്കിൽ മറ്റ് ഈ യൂറോപ്പിലെ മറ്റ് കമ്മ്യൂണിറ്റികളെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അവിടേക്ക് വളരെയധികം വയലൻസ് കൂടുതലാണ്. ഇവൻ ഇത് നടക്കുന്നത് 17-ാം നൂറ്റാണ്ടിലാണ്. ഫ്രാൻസിൽ 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും കണ്ടിന്യൂസ് ആയിട്ടുള്ള വയലൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുക. പക്ഷെ ഇംഗ്ലണ്ടിൽ അത്തരത്തിലുള്ള ഒരു വയലൻസ് നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റില്ല. ഒരു രാജാവിനെ വധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളീ പറയുന്നുണ്ട് പ്രൊട്ടസ്റ്റന്റ് അത് ഇത്, പക്ഷെ രാജാവിനോടൊക്കെ അത്രയും വലിയ ബഹുമാനമുണ്ട്. പക്ഷെ ഇവര് അതിനും മുകളിൽ ഒരു തരത്തിലും ഒരു അന്നത്തെ നവോത്ഥാനത്തെ, അന്നത്തെ യാതൊരു വിധ തരത്തിലുള്ള സാമാന്യ ബോധത്തെ മറികടക്കുന്ന രീതിയിൽ പെരുമാറുന്നതുകൊണ്ടാണ്, ഇപ്പൊ ചാൾസ് രാജാവ് നേരത്തെ കാണിച്ചതൊക്കെ പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഇദ്ദേഹം എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടത്. ഇതിന് തുടർന്നും അത്തരത്തിലുള്ള ഒരു ഇപ്പൊ ഇന്ന് വരെ നിലനിൽക്കുന്ന ഒരു മൊണാർക്കിയാണ് ഇംഗ്ലീഷ് മൊണാർക്കി എന്ന് പറയുന്നത്. വളരെയധികം ബഹുമാനം അവിടുത്തെ കമ്മ്യൂണിറ്റി ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1649 ഇദ്ദേഹത്തിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് ഇംഗ്ലീഷ് സിവിൽ വാർ അവസാനിക്കുകയാണ്. ഓക്കെ. ഇനി ഇദ്ദേഹത്തിനെ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മൊണാർക്കി കംപ്ലീറ്റ് ആയിട്ട് അവസാനിപ്പിച്ച് ഒരു ഒലിവർ ക്രോംവെലിന്റെ ഒരു ഭരണം വരുന്നുണ്ട്. അത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അത് അധികം നാൾ നിലനിൽക്കുന്നുമില്ല. ജസ്റ്റ് സിവിൽ വാറിന്റെ കോസസ്, റിലീജിയസ് ഡിഫറൻസസ്, ഞാൻ പറഞ്ഞത് തന്നെ, ഫിനാൻഷ്യൽ ഡിസ്പ്യൂട്ട്സ്, ദ കിങ് നീഡ്സ് ഫോർ ഫണ്ട്സ് ടു ഫിനാൻസ് ഹിസ് വാർസ് ലെഡ് ടു കോൺഫ്ലിക്ട്സ് ഓവർ ടാക്സേഷൻ ആൻഡ് പാർലമെന്ററി കൺട്രോൾ ഓവർ ഫിനാൻസസ്. ഓക്കെ. പൊളിറ്റിക്കൽ സ്ട്രഗിൾ, അഗെയിൻ പാർലമെന്റിനാണോ കിങ്ങിനാണോ പവർ വേണ്ടത് എന്നുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രഗിൾ ആണ് അതിൽ വരുന്നത്. ഒരു പാർലമെന്റ് അപ്പോഴും ഒന്നുമല്ല, ഇപ്പൊ കംപ്ലീറ്റ് ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം രാജാവിന് പ്രത്യേകിച്ച് അധികാരങ്ങളൊന്നും ഇപ്പൊ ഇല്ല. എന്നാലും രാജാവുണ്ട് ഒരു പദവി എന്നുള്ള രീതിയിൽ.
അത് വളരെ 658 ഗ്ലോറിയസ് റവല്യൂഷന് ശേഷം ഒരുപാട് ലോ വന്ന് 1832കളൊക്കെ ആവുന്നുണ്ട് അവർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു നാമമാത്രമായിട്ടുള്ള ഒരു ടിറ്റുലർ പദവി മാത്രം കിട്ടുന്ന ഒരു കിങ് ആവാൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, രാജാവാണോ വേണ്ടത്, മീൻസ് കൂടുതൽ പവർ വേണ്ടത്, ഭരിക്കേണ്ടത്, അതോ ജനങ്ങൾ തന്നെ അവരുടെ സ്വയം അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി എന്താണ് ഭരിക്കാൻ വേണ്ടത്, അത് ചെയ്യാണോ വേണ്ടത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു സ്ട്രഗിളും കൂടി ഈ ഒരു സിവിൽ വാറിന്റെ ഭാഗമായിട്ടുണ്ട്. ഇത് ജനങ്ങൾക്ക് കയ്യിൽ കിട്ടിയ ഭരണത്തിൽ വലിയ പാളിച്ചകൾ ഉണ്ടാവുന്നുണ്ട്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ജസ്റ്റ് ടൈം ലൈൻ നോക്കുക. ഫസ്റ്റ് ഇംഗ്ലീഷ് സിവിൽ വാർ, റോയലിസ്റ്റ് വേഴ്സസ് പാർലമെന്റേറിയൻസ്. കിങ് ചാൾസ് വൺ എക്സിക്യൂട്ടഡ് ആഫ്റ്റർ റോയലിസ്റ്റ് ഡിഫീറ്റ് 1649. 1649 to 1653 ദ കോമൺവെൽത്ത് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ക്രോംവെൽ. ഓക്കെ, 1649 മുതൽ 1653 വരെയുള്ള ഒരു കോമൺവെൽത്ത് ഭരണമാണ് നടക്കുന്നത്. പിന്നെ അതിനുശേഷം 1653 മുതൽ 1659 വരെ ക്രോംവെൽ ബിക്കേം ലോർഡ് പ്രൊട്ടക്ടർ ആൻഡ് റൂളിംഗ് ആസ് എ മിലിറ്ററി ഡിക്റ്റേറ്റർ. ആ സമയത്ത് ആ ഭരണത്തിന് പറയുന്നതാണ് പ്രൊട്ടക്ടറേറ്റ്. ഓക്കെ, ഈ രണ്ടും ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കണം കേട്ടോ, കോമൺവെൽത്തും അതുപോലെ പ്രൊട്ടക്ടറേറ്റും. ഓക്കെ, ഇത് ഓക്കെ. ഇതിന് ശേഷം 1659 ശേഷം 1659 ഒലിവർ ക്രോംവെലിന്റെ ഭരണം. 1659 ശേഷം 1660 വീണ്ടും രാജാവിനെ അധികാരം ഏൽപ്പിക്കുകയാണ് ജനങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ക്രോംവെൽ ഇമ്പോസ്ഡ് പ്യൂരിറ്റൻ റിലീജിയസ് പ്രാക്ടീസസ് ആൻഡ് സപ്രസ്ഡ് അതർ ഡിനോമിനേഷൻ. ഒന്ന് അതാണ്, രണ്ട് ഭാഗത്തും ഒരു പ്രശ്നം. ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ആയിട്ടല്ലല്ലോ വരുന്നത്. ഒന്നുകിൽ റോമൻ കാത്തലിക്കിന് ആധിപത്യം ഉള്ളത്, അതല്ലെങ്കിൽ മറ്റവർക്ക്. അപ്പൊ എന്ത് സംഭവിച്ചു, രണ്ട് സമയത്തും ഓപ്പോസിറ്റുള്ള ആൾക്കാർക്ക് വലിയ സപ്രഷനും പെർസിക്യൂഷനും ഉണ്ടാവും. ഇത് ഒരുപോലെ ഗുണകരമല്ല, അല്ലെ? അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ പ്രശ്നം, ഹി ഇൻട്രൊഡ്യൂസ്ഡ് സ്ട്രിക്റ്റ് മോറൽ കോഡ്സ് ആൻഡ് സപ്രസ്ഡ് പബ്ലിക് എന്റർടൈൻമെന്റ്. ആ സമയത്ത് യാതൊരു വിധമുള്ള അമ്യൂസ്മെന്റ്, സ്പോർട്സ് ആക്ടിവിറ്റീസ്, അതുപോലെ തിയേറ്റർ, ഇതൊന്നും പാടില്ല. തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ നാടകം, ഡ്രാമ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. ഇതൊന്നും പാടില്ല. പ്രൊട്ടസ്റ്റന്റ് എത്തിക്സിന് വിരുദ്ധമാണ്. കാലത്ത് നേരത്തെ എണീക്കുക, ജോലി ചെയ്യുക, ഓക്കെ, അങ്ങനെയുള്ള ഒരു ഇത്. ഈ ഒരു എലമെന്റ് നമുക്ക് പല സമയത്തും കാണാൻ പറ്റും. ഈവൻ നമ്മുടെ അവധ് രാജ്യം ഉണ്ടല്ലോ, ഈ അവധ് രാജ്യം അനക്സ് ചെയ്യാൻ പറയുന്നത് രാജാവ് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പാലിച്ചിട്ടില്ല എന്നൊക്കെയുള്ള ഒരു ഇതിലാണ്. അപ്പൊ അവധിനെ കുറിച്ച് അവിടുത്തെ സമയത്തുള്ള ഈ ബ്രിട്ടീഷുകാര് കത്തുകൾ അയക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ചങ്ങാതി അവിടുത്തെ വാജിദ് അലി ഷാ ഇദ്ദേഹം എണീക്കുന്നത് 10 മണിക്ക് എണീക്കത്രേ. 10 മണിക്ക് എണീച്ചിട്ട് നേരെ പോയിട്ട് കുറെ കവിത കാര്യങ്ങളൊക്കെ എഴുതും. അതിനുശേഷം വന്നിട്ട് പിന്നെ കൊട്ടാരത്തിൽ ഫുള്ള് ഭയങ്കര നൃത്തം കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പൊ അതിനുശേഷം പിന്നെ ഇദ്ദേഹത്തിന്റെ രാജകാര്യങ്ങളൊന്നും ഇയാള് ശ്രദ്ധിച്ചാലായി, ശ്രദ്ധിച്ചില്ലെങ്കിലായി, മറ്റുള്ള ആൾക്കാരാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇവർ അയച്ചു കൊടുക്കുന്നത്. ഇതൊരു പ്രൊട്ടസ്റ്റന്റ് വ്യൂ ആണ്. ഓക്കെ, ഇവരെ സംബന്ധിച്ചോളം കാലത്ത് നേരത്തെ എണീക്കുക എന്നുള്ളതാണ് ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഇവിടുത്തെ ഒരു ഇന്ത്യൻ രാജാക്കന്മാരെ സംബന്ധിച്ചോളം അങ്ങനത്തെ ഒരു രീതിയിൽ അവരുടെ ആ എത്തിക്സിന്റെ ഒരു ഭാഗമല്ല അത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് ആ രീതിയിലുള്ള ഭരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ വേറെ രീതിയിൽ ആണ് അതിന്റെ ഭരണങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷെ ഇവരെ സംബന്ധിച്ചോളം ഈ ഒരു എത്തിക്സിന്റെ ഇഷ്യൂ ഇതൊരു വലിയൊരു പ്രശ്നമായിട്ട് അവർ എടുത്തു കാണിക്കുകയും പല സമയത്തായിട്ട് ഗവർണർ ജനറലിന് ഇവർ കത്തുകൾ അയക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് രേഖകളിലുണ്ട്. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ നോക്കൂ, ഇവിടെ ഈ ഒലിവർ ക്രോംവെൽ വരുമ്പോൾ അതെ, സ്പോർട്സ് ആക്ടിവിറ്റി പാടില്ല, തിയേറ്റർ പാടില്ല, അങ്ങനെയൊക്കെ ഒരു ജനത്തിനെ പൊറുതിമുട്ടിച്ച് കഴിഞ്ഞാൽ അവരുടെ കാര്യം തരികയും. അപ്പൊ അവര് ഗതി കെട്ടിട്ട് അവര് എന്ത് പറഞ്ഞു, ഇനി ഈ ജനങ്ങൾക്ക് അധികാരം കിട്ടിയില്ലെങ്കിൽ വേണ്ടില്ല, രാജാവിൻ്റെ ഭരിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, അത് പിന്നെ അതിന്റെ ഭാഗം നമുക്ക് എടുക്കാം. അതിനു മുമ്പ് ഒരു ലോങ് പാർലമെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം പഠിക്കാനുണ്ട്. ഇതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ലോങ് പാർലമെന്റ് ബ്രിട്ടനിലെ 1640 മുതൽ 1660 വരെയാണ്. പിവട്ടൽ ഫേസ് ഇൻ ഇംഗ്ലീഷ് ഹിസ്റ്ററി മാർക്ക്ഡ് ബൈ എ സ്ട്രഗിൾ ബിറ്റ്വീൻ കിങ് ചാൾസ് ആൻഡ് പാർലമെന്റ്. ഓക്കെ, ഇദ്ദേഹത്തിന് ഞാൻ പറഞ്ഞല്ലോ കുറച്ച്
പണം ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇദ്ദേഹം വിളിക്കുകയാണ് 1640 കിങ് ചാൾസ് ആൻഡ് ഹാഡ് അണേബിൾ ടു സെക്യൂർ ഫണ്ട്സ് ഫോർ ഹിസ് വാർ. ഓക്കെ, ആ വാറിന് വേണ്ടിയിട്ടുള്ള പണം കിട്ടാൻ വേണ്ടിയിട്ട് പാർലമെന്റിനെ വിളിക്കുകയാണ്. കീ ഇവന്റ്സ് ഇത് നമ്മൾ പറഞ്ഞതാണ്, റൗണ്ട് ഹെഡ്സും കവേലിയേഴ്സുമായിട്ടുള്ള സിവിൽ വാർ. അതിനുശേഷം ചാൾസ് ഒന്നാമൻ പിടിക്കുകയും അദ്ദേഹത്തെ വധിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം 1660 മൊണാർക്കി ഈസ് റീസ്റ്റോർഡ് വിത്ത് ചാൾസ് രണ്ടാമൻ. ഓക്കെ, എൻഡിങ് ദ ലോങ് പാർലമെന്റ്. ചാൾസ് ഒന്നാമൻ 1640 വിളിച്ച് അതിനുശേഷം അവിടെ സിവിൽ വാർ നടക്കുന്നുണ്ട്. അതിനുശേഷം പ്രൈഡ് പർജ് നടക്കുന്നുണ്ട്, മറ്റേ കോമൺവെൽത്ത് ഭരണം നടക്കുന്നുണ്ട്, ലോർഡ് പ്രൊട്ടക്ടറേറ്റ് ഭരണം നടക്കുന്നുണ്ട്. ഇതിനൊക്കെ ശേഷം ചാൾസ് രണ്ടാമൻ ഭരണം എടുക്കുന്ന ആ കാലയളവിനെയാണ് നമ്മൾ ലോങ് പാർലമെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതൊരു പറഞ്ഞാല്? ഓക്കെ ഓക്കെ ഈ ടൈമിന്റെ ഇടയിൽ തന്നെ ഉള്ള രണ്ട് വാക്കുകൾ വേറെ പഠിക്കാണ്ട്. ഒന്ന് പ്രൈഡ് സ്പർജ്, അതുപോലെ തന്നെ റം പാർലമെന്റ്. 1648 അദ്ദേഹത്തിനെ വധിച്ചിട്ടില്ല കേട്ടോ, മറ്റേ ചാൾസ് ഒന്നാമനെ വധിച്ചിട്ടില്ല. ആ സമയത്ത് ഈ പാർലമെന്റിൽ രണ്ട് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, റോയലിസ്റ്റുകളും പിന്നെ പാർലമെന്റേറിയൻസും പ്യൂരിറ്റൻസും തമ്മിലുള്ള. അപ്പൊ ഇതില് തോമസ് പ്രൈഡ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി മറ്റുള്ള മറ്റേ റൗണ്ട് ഹെഡ്സിന്റെ ഒരു ഗൂഢാലോചനയിൽ റോയലിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരെ മുഴുവൻ ഈ പാർലമെന്റിൽ നിന്ന് പർജ് ചെയ്യാനുള്ള ഒരു ഡിസിഷൻ ഉണ്ടാവും. അങ്ങനെ 1648 അങ്ങനെ അവരെ പർജ് ചെയ്യാണ്. ഓക്കെ, ഓൺ December 6, 1648 കേണൽ തോമസ് പ്രൈഡ്, എ കീ സപ്പോർട്ടർ ഓഫ് ദ ന്യൂ മോഡൽ ആർമി, പർജ്ഡ് ദ പാർലമെന്റ്. പർജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേരെ ഇംപ്രിസൺ ചെയ്യും, കുറെ പേരെ അവർ എക്സിക്യൂട്ട് ചെയ്യും, അങ്ങനെയൊക്കെയാണ് ഈ പർജ് ചെയ്യുന്നത്. ഓക്കെ, അത് എഴുതിയിട്ടുണ്ട്. എക്സ്ക്ലൂഷൻ ഓഫ് ദ റോയലിസ്റ്റ്. അറൌണ്ട് 200 members of the parliament perceived as a support of King Charles I were excluded or arrested. എക്സ്ക്ലൂഡഡ്. ഓക്കെ, ഇത് ആ ഒരു രീതിയിൽ എഴുതിയിരിക്കും. എക്സിക്യൂട്ടും ചെയ്യുന്നുണ്ട്, കുറെ ആൾക്കാർ വധിക്കുകയും ചെയ്യുന്നുണ്ട് ഇവരൊക്കെ. അപ്പൊ അങ്ങനെ ഇപ്പൊ എന്ത് ചെയ്തു, ഒരുപാട് പേരെ ഒഴിവാക്കി. ബാക്കിയുള്ള ആൾക്കാർ ആരാണ്? അത് സപ്പോർട്ട് ഈ സിവിൽ വാറിനെ സപ്പോർട്ട് ചെയ്യുന്ന റൗണ്ട് ഹെഡ്സ്, പാർലമെന്റേറിയൻസിന്റെ സപ്പോർട്ടുള്ള പാർലമെന്റേറിയനിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന പാർലമെന്റേറിയൻ ആണ്. ഓക്കെ, ഇവരെ മാത്രമുള്ള ഒരു പാർലമെന്റിനെ വിളിക്കുന്നതാണ് റംബ് പാർലമെന്റ്. ഓക്കെ, റംബ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി പിൻകാലുകൾ എന്നാണ്. 4 കാലുള്ള ഒരു ജീവനെ ആലോചിക്കുക. 2 കാല് ഇവർ പർജ് ചെയ്ത് കളഞ്ഞു, ബാക്കിയുള്ള 2 കാലുകളാണ് ഹിൻഡ് ലിംബ് എന്ന് പറയുന്ന ഒരു രീതിയിലാണ് റം പാർലമെന്റ് എന്ന് ഉപയോഗിക്കുന്നത്. അപ്പൊ റോയലിസ്റ്റുകൾ ഇല്ലാത്ത ഒരു പാർലമെന്റ്. ഓക്കെ, അതാണ് റം പാർലമെന്റ്. ഈ റം പാർലമെന്റും പ്രൈഡ് സ്പർജും ലോങ് പാർലമെന്റും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, അതിനുശേഷം പിന്നെ വീണ്ടും ചാൾസ് രണ്ടാമത്തെ റീൻ. എ പീരീഡ് ഓഫ് സോഷ്യൽ ആൻഡ് എക്കണോമിക് റിക്കവറി ഫോളോയിങ് ദ സിവിൽ വാർ. സിവിൽ വാർ കഴിഞ്ഞിട്ടുള്ള സമയമാണ് ചാൾസ് രണ്ടാമൻ. വലിയ കുഴപ്പമില്ലാത്ത മനുഷ്യനായിരുന്നു, തൽക്കാലം അങ്ങനെ കഴിഞ്ഞു പോയി. അതിനുശേഷം പിന്നെ വേറൊരാളും കൂടി വരുന്നുണ്ട്, അതാണ് ജെയിംസ് രണ്ടാമൻ. വീണ്ടും ഇതേപോലെ തന്നെ ഉള്ള ഒരു രീതിയിലാണ് അദ്ദേഹം പെരുമാറിയത്. വീണ്ടും കാത്തലിക് ചർച്ചുമായിട്ട് അതുപോലെ തന്നെ കാത്തലിക് ഭാഗം പിടിച്ചുകൊണ്ട് ജെയിംസ് രണ്ടാമൻ ബിഹേവിയർ തുടങ്ങി. ജെയിംസ് സെക്കൻഡ്സ് കാത്തോലിസിസം അലിയനേറ്റഡ് മെനി പ്രൊട്ടസ്റ്റൻസ് ഹു ഫിയർഡ് എ കാത്തലിക് മൊണാർക്കി. അതുപോലെ തന്നെ അബ്സല്യൂട്ട് റൂൾ. ഹിസ് അറ്റംപ്റ്റ്സ് ടു സ്ട്രെങ്തൻ ദ മൊണാർക്കി അറ്റ് ദ എക്സ്പെൻസ് ഓഫ് പാർലമെന്റ് കോസ്ഡ് ഗ്രോവിങ് ഓപ്പോസിഷൻ. ഈ ഒരു പവർ സ്ട്രഗിൾ എപ്പോഴും കാണാം. പാർലമെന്റും അതുപോലെ തന്നെ രാജാവും തമ്മിലുള്ള ആർക്കാണ് അധികാരം, കൂടുതൽ അധികാരങ്ങൾ എങ്ങനെ പാർലമെന്റിൽ നിന്ന് എടുക്കാമെന്ന് രാജാവ് ചിന്തിക്കും, രാജാവിന്റെ അധികാരങ്ങൾ എത്രയും കുറയ്ക്കാമെന്ന് പാർലമെന്റ് ചിന്തിക്കും. ഓക്കെ,
അതിനുശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ജെയിംസ് രണ്ടാമന് ഒരു മകനുണ്ടായി. ഇവരുടെ മകള് മേരി ഒരു പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻ ആയിരുന്നു. ഓക്കെ, അതിനുശേഷം പിന്നെ ഒരു കുട്ടി ഉണ്ടായപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇദ്ദേഹം ഇവരെ ഈ പുതിയ കുട്ടിയെ രാജാവാക്കി മാറ്റുന്നു. പിന്നീട് വീണ്ടും ഒരു കാത്തലിക് ഒരു എയർ വരുന്നു ഇവർക്ക് മനസ്സിലായപ്പോൾ പിന്നീട് അതൊരു അവിടുത്തെ പാർലമെന്റേറിയൻസ് ഇതെങ്ങനെ ഒഴിവാക്കാമെന്ന് ചിന്തിച്ചു തുടങ്ങി. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഇവർ ഇതേപോലെ തന്നെ ഈ വില്യം ഓഫ് ഓറഞ്ച് ഇദ്ദേഹത്തിന് അതേപോലെ തന്നെ മേരി സെക്കൻഡും ഇവര് ഇതേപോലെ തന്നെ വേറെ രാജ്യത്തെ ഡച്ച് പ്രിൻസായിരുന്നു ഈ വില്യം ഓഫ് ഓറഞ്ച്. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ വൈഫ് എന്ന് പറഞ്ഞാൽ ജെയിംസ് രണ്ടാമൻ്റെ മകളാണ്. ഇവരെയും വിളിച്ച് ഇവരോട് ഇവിടെ വരാൻ ക്ഷണിക്കുകയാണ് ഉണ്ടായത്. ഇംഗ്ലണ്ടിൽ വന്ന് പദവി മീൻസ് രാജാവിൻ്റെ പദവി ഏറ്റെടുക്കാൻ ഇവരെ രണ്ടുപേരെയും ക്ഷണിക്കുക. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ടാണ് ഇവിടെ വന്ന് രാജാവും രാജ്ഞിയാവുന്നത്. ജോയിന്റ് മൊണാർക്കിയാണ്, ഒരാളല്ല രാജാവ്, രണ്ടുപേരും കൂടിയിട്ടുള്ള ഒരു ജോയിന്റ് മൊണാർക്കിയാണ് ഉണ്ടാവുന്നത്. ഇത് റിവല്യൂഷനെ കുറിച്ച് കൂടുതലൊന്നും പഠിക്കാല്ലേ, നമുക്ക് കോഴ്സ് ഓഫ് റെവല്യൂഷൻ ഒന്നും പഠിക്കാല്ലേ. ഇവർ മാർച്ച് ചെയ്ത് വന്നു, ഇവർ ആർമിയായിട്ട് വന്നു. ജെയിംസ് രണ്ടാമൻ അദ്ദേഹം ഇവിടുന്ന് നാട് വിട്ടു, ഫ്രാൻസിലേക്ക് നാട് വിട്ടു പോയി. ഓക്കെ, അപ്പോൾ അതിൽ വലിയ റെവല്യൂഷൻ്റെ കോഴ്സ് ഒന്നും പഠിച്ച് നമുക്ക് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. രക്തരഹിത വിപ്ലവമാണ്. ഒരു തരത്തിലുള്ള ഒരു കോൺഫ്ലിക്റ്റോ സ്കെർമിഷോ പോലും സംഭവിച്ചില്ല. നേരെ വന്ന് ഇവര് രാജാധികാരം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഇവര് രാജാധികാരം ഏറ്റെടുക്കുമ്പോൾ പാർലമെന്ററിയൻസ് മനസ്സിലായി എപ്പോഴും ഇങ്ങനെ ചെയ്താൽ പോരാ, കൃത്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഡോക്യുമെന്റ് ഇവരെ കൊണ്ട് സൈൻ ചെയ്തിട്ട് ചെയ്യാം. കാരണം കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർ വീണ്ടും ആ ഒരു ടൈറണിക്കൽ ബിഹേവിയർ കാണിച്ചാലോ, അത് അവർക്ക് എന്തായാലും പേടിയുണ്ടായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു, ഒരു ബിൽ ഓഫ് റൈറ്റ്സ് സൈൻ ചെയ്യിച്ചു. ബിൽ ഓഫ് റൈറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിൽ വേറൊന്നും അത് ഞാൻ പറയാം. അതേപോലെ തന്നെ ലിമിറ്റഡ് മൊണാർക്കി, ഈ ഒരു തവണ മൊണാർക്കി ലിമിറ്റ് ചെയ്തതിന് ശേഷം പിന്നീടുള്ള രാജാക്കന്മാർ അത്ര കണ്ട് പാർലമെന്റിനെ അറ്റാക്ക് ചെയ്യാനൊന്നും നിന്നിട്ടില്ല. കാരണം ഒരു സെൻസായിട്ട് മാറി. അത്തരത്തിൽ രാജാധികാരം ദൈവദത്തമാണ് എന്നുള്ള രീതിയിലൊക്കെ ഇനി ഇംഗ്ലണ്ടിനെ ഭരിക്കുക എന്നുള്ളത് ഏറെക്കുറെ അസാധ്യമാണ്. കാരണം ജനങ്ങൾ അത്രയും എൻലൈറ്റൻഡ് ആയിട്ട് മാറി. ഓക്കെ, ഈ സമയത്ത് ഇനി വീണ്ടും പഴയ രീതിയിലുള്ള മതം പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ എന്താ പറയുക ഏകദാനമായിട്ടുള്ള ഒരു രീതി, അതൊന്നും ഇനി നടക്കില്ല എന്ന് അവർക്ക് രാജാക്കന്മാർക്ക് പൊതുവെ മനസ്സിലാവുകയും ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റ്, അവിടുത്തെ ആ സമയത്തെ പ്രഭുക്കന്മാരും വലിയ ഒരു ട്രേഡേഴ്സ്, അത്തരത്തിലുള്ള വലിയ വലിയ പവർഫുൾ ആയിട്ടുള്ള ജനങ്ങൾ, സാധാരണ എല്ലാ ആൾക്കാർക്കും വോട്ടവകാശമോ അല്ലെങ്കിൽ ഭരണത്തിൽ പങ്കാളിത്തമൊന്നും ആ സമയത്ത് കിട്ടുന്നില്ല. എങ്കിൽ കൂടി ഒരു കൺസൾട്ടേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റും എന്നുള്ള യാതൊരുവിധ പ്രതീക്ഷയും അവർക്ക് ഉണ്ടായിരുന്നില്ല. ഓക്കെ, അത് പാർലമെന്റിന്റെ പവർ വളരെയധികം സ്ട്രെങ്തൻ ചെയ്തു. ഇനി ബിൽ ഓഫ് റൈറ്റ്സും കൂടി നമുക്ക് നോക്കാം. ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് എഴുതിയതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇനി നമുക്ക് ഒരു 100 വർഷം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമേരിക്കയിൽ ബിൽ ഓഫ് റൈറ്റ്സ് വരുന്നുണ്ട്. ആ ബിൽ ഓഫ് റൈറ്റ്സിലും ഈ ബിൽ ഓഫ് റൈറ്റ്സ് ഒക്കെ എന്താ ചെയ്യുന്നത്, ഈ ബിൽ ഓഫ് റൈറ്റ്സ് ചെയ്യുന്നത് സ്റ്റേറ്റിന്റെ അധികാരങ്ങളെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇൻഡിവിജ്വൽസിന്റെ അല്ലെങ്കിൽ പാർലമെന്റിന്റെ അങ്ങനെയൊക്കെയുള്ള അവകാശങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ പാർലമെന്റും അതുപോലെ ജനങ്ങളുടെയും അവകാശങ്ങൾ മൊണാർക്കിക്കെതിരെ പ്രൊട്ടക്ട് ചെയ്യാണ് ചെയ്യുന്നത്. പാർലമെന്റിലെ US ബിൽ ഓഫ് റൈറ്റ്സ് എന്താ ചെയ്യുന്നത്, സ്റ്റേറ്റിനെതിരെ ഇൻഡിവിജ്വൽസിനുള്ള റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു ഇതാണ്. 2 ഡോക്യുമെന്റ് ഉണ്ട് ബിൽ ഓഫ് റൈറ്റ്സ്. ഒന്ന് ഇംഗ്ലീഷ് 1689, അതിനുശേഷം ഏകദേശം 100 വർഷം കഴിഞ്ഞിട്ട് US ബിൽ ഓഫ് റൈറ്റ്സ്. അത് അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിട്ട് നമ്മൾ പറയുന്നതാണ്. ഓക്കെ, എ ലാൻഡ്മാർക്ക് ഡോക്യുമെന്റ് പാസ്ഡ് ബൈ പാർലമെന്റ് ഫോളോയിങ് ദ ഗ്ലോറിയസ് റെവല്യൂഷൻ which saw King James II deposed and replaced by William III and Mary II. Main provisions of the bill: monarchical limits, no royal suspension of laws,
അതായത് രാജാവ് നിയമങ്ങളെ ഒരു പാർലമെന്റ് ഉണ്ടാക്കിയ ഒരു നിയമങ്ങളെ അതിന്റെ കൺസെന്റ് ഒഴിവാക്കാനോ അദ്ദേഹത്തിന് പറ്റില്ല. അതുപോലെ തന്നെ പാർലമെന്റിന്റെ കൺസെന്റ് ഇല്ലാതെ പാർലമെന്റ് നിർമ്മിച്ച ഒരു നിയമത്തിനെ ഒഴിവാക്കാനും ഇദ്ദേഹത്തിന് സാധിക്കില്ല. നോ ടാക്സേഷൻ വിത്തൗട്ട് പാർലമെന്ററി കൺസെന്റ്. ഈ ഒരു സംഭവം ഇപ്പോഴും നമുക്ക് ഉണ്ടല്ലോ. നമ്മുടെ ഇന്ത്യയിലും ഒരു പുതിയൊരു ടാക്സ് കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഈവൻ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യന്ന് ഒരു രൂപ പോലും ചെലവാക്കാൻ, മീൻസ് ചാർജ്ഡ് ഫണ്ട്സ് ഉണ്ട്, അതേപോലെ തന്നെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ചെലവാക്കുന്ന പൈസകളുണ്ട്. ഇത് ആർക്കാണ് അധികാരം? ഫണ്ട് ചെലവാക്കാനുള്ള അധികാരം, മീൻസ് ചെലവാക്കാൻ എക്സിക്യൂട്ട് ചെയ്യാനല്ല, തീരുമാനിക്കാനുള്ള അവകാശം. എങ്ങനെയൊക്കെ നമ്മുടെ ഫണ്ട് ചെലവാക്കണം, പാർലമെന്റ് ഇന്ത്യയിലെ വരുന്ന കൺസോളിഡേറ്റ് ഫണ്ടിന്റെ വിതരണം എങ്ങനെയാണെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ആർക്കാണ്? ഒന്ന് കമന്റ് ചെയ്യോ? ആരാണ് തീരുമാനിക്കുന്നത് ഇത്ര രൂപ ഇന്ന കാര്യത്തിന് ഉപയോഗിക്കാം, ഇത്ര രൂപ ഇന്ന? സെൻട്രൽ ഗവൺമെന്റിനല്ല. ഗവൺമെന്റ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇത്ര രൂപ ഇന്ന രീതിയിൽ ചെയ്യാം എന്ന് പറ്റില്ല. രണ്ടുപേരും ഗവൺമെന്റ് എന്ന് പറഞ്ഞു. വേറെ ആർക്കെങ്കിലും വേറെ അഭിപ്രായങ്ങളുണ്ടോ? ഫിനാൻസ് മിനിസ്ട്രിക്കല്ല, മിനിസ്ട്രിക്ക് അധികാരമില്ല. അതാണ് ഞാൻ പറയുന്നത്. ഇന്ത്യയിലെ കൺസോളിഡേറ്റ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1 രൂപ ചെലവാക്കണമെങ്കിൽ കൂടി അതിന് പാർലമെന്റിന്റെ അംഗീകാരമാണ് വേണ്ടത്. സിമ്പിൾ മെജോറിറ്റിയിൽ മതി. അതുകൊണ്ടാണ് ബഡ്ജറ്റ് പാസ്സാക്കുന്നത്. ബഡ്ജറ്റ് പാസ്സാക്കാതെ 1 രൂപ പോലും ഫിനാൻസ് മിനിസ്ട്രിയിലെ മന്ത്രിക്കോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിനോ ചെലവാക്കാൻ അധികാരമില്ല. ഓക്കെ, അതാണ് ഇവിടെയും പറയുന്നത്. പാർലമെന്റിന്റെ അധികാരമില്ലാതെ ടാക്സ് ചെയ്യാനോ ഇതൊന്നും രാജാവ് എന്ന് പറഞ്ഞ ഒരു ഗവൺമെന്റ് ആയിട്ട് വരും. പാർലമെന്റ് നിയമം നിർമ്മിക്കുന്ന ഒരു ബോഡി ആയിട്ടും. ഓക്കെ, അതുപോലെ തന്നെ ഫ്രീ ഇലക്ഷൻ. പാർലമെന്റ് മസ്റ്റ് ബി ഫ്രീലി എലക്റ്റഡ് ആൻഡ് മെമ്പേഴ്സ് മസ്റ്റ് ഹാവ് ഫ്രീഡം ഓഫ് സ്പീച്ച് ഇൻ പാർലമെന്റ്. Right to petition. Citizens had the right to petition the monarch without fear and retribution. Even ഗവൺമെന്റിനെതിരെ അല്ലെങ്കിൽ രാജാവിനെതിരെ പരാതി കൊടുക്കാനുള്ള അവകാശം ഇൻഡിവിജ്വൽസിനുണ്ട്, സിറ്റിസൺസിനുണ്ട്. റിലീജിയസ് ഫ്രീഡം. പ്രൊട്ടസ്റ്റന്റ് സുപ്രീമസി. ഇത് പറഞ്ഞല്ലോ, രണ്ടുപേരും പ്രൊട്ടസ്റ്റന്റുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ആ രീതിയിലാണ് ഉണ്ടാക്കുക. കാത്തലിക് മോണാർക്സ് വെർ ബാർഡ് ഫ്രം ദ ത്രോൺ. അതായത് ഇനി അവിടെ നിയമപരമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്, റോമൻ കാത്തലിക് ആയിട്ടുള്ള ഒരാളെയും രാജാവാക്കില്ല എന്നുള്ളത് ഒരു നിയമമായിട്ട് അവിടെ ഒരു നിയമമാണ്. അഫർമിങ് പ്രൊട്ടസ്റ്റന്റിനിസം ആസ് ദ എസ്റ്റാബ്ലിഷ്ഡ് റിലീജിയൻ. Religious toleration. Catholic and their descendants were protected from certain legal punishments though full religious equality was not granted. അത് നമുക്കറിയാലോ, ആദ്യത്തെ സെന്റൻസിൽ തന്നെ അത് ഉണ്ടല്ലോ. ഫുൾ റിലീജിയസ് ഇക്വാലിറ്റി കൊടുത്തില്ലെങ്കിൽ കൂടി എന്ത് ചെയ്തു, മീൻസ് ഈ ഒരു ടെൻഷൻ ഒഴിവാക്കാലോ, അതിനു വേണ്ടിയിട്ട് റിലീജിയസ് ടോളറേഷൻ. ഇങ്ങനെയൊക്കെയാണ് ലോകത്തിൽ റിലീജിയസ് ടോളറേഷനും സെക്യുലറിസം ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ, പല ആൾക്കാരും സംസാരിക്കുന്നത് കേട്ടാൽ തോന്നും എന്താ പറയാ, എല്ലാ മതങ്ങളും വളരെ സമാധാനത്തിന്റെ മതങ്ങളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇതൊന്നല്ല. അങ്ങേയറ്റം കൊന്നും കൊലവിളിച്ചും യുദ്ധം ചെയ്തും അവസാനം അവർക്ക് ഇനി യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ അവർ ആരും ഉണ്ടാവില്ല എന്നുള്ള ഒരു രീതിയിൽ അത്രയും മട്ടിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് റിലീജിയസ് ടോളറേഷൻ ആവാം. ഓക്കെ, അങ്ങനെയാണ് ഈ സെക്യുലറിസം ഒക്കെ നാട്ടിൽ വരുന്നത്. വെസ്റ്റ് വാൽഫിയ ട്രീറ്റി അതൊക്കെ ഉണ്ടാവുന്നത് ഒരുപാട് വർഷം ഇങ്ങനെ യുദ്ധം ചെയ്യുക മതത്തിന്റെ പേരിൽ. ഓക്കെ, അത് ഏത് മതമായാലും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അടുത്തത് 4ാമത്തെ, ലീഗൽ പ്രൊട്ടക്ഷൻസ്. നോ ക്രൂവൽ ആൻഡ് അൺയൂഷ്വൽ പണിഷ്മെന്റ് പ്രൊട്ടക്റ്റഡ് ഇൻഡിവിജ്വൽ ഫ്രം ദ എക്സസീവ് ഫൈൻസ് ഓർ ക്രൂവൽ പണിഷ്മെന്റ്. ഇതും വളരെ പ്രധാനപ്പെട്ടാണല്ലേ. ഇപ്പൊ രാജാവിന് ഒരു കുറ്റം ചെയ്തു, ചെറിയൊരു കുറ്റമാണ് ചെയ്തെങ്കിൽ കൂടി അദ്ദേഹം തോന്നണം ഇയാളെ
കൊല്ലുക എന്ന് പറഞ്ഞാലും അല്ലല്ലോ, നമ്മൾക്ക് ഇവൻ നമ്മുടെ മുഗൾ സമയത്തൊക്കെ ഉള്ള കൊല്ലൽ നമുക്കറിയാലോ എങ്ങനെയാണ്. തൊലി മുഴുവൻ ഉരിഞ്ഞെടുത്ത് കൊല്ലുക. അതേപോലെ തന്നെ നമ്മുടെ ഒരു മനുഷ്യന്റെ രീതിയിലുള്ള ഒരു ചട്ടക്കൂട് ഉണ്ടാക്കിയിട്ട് കഴുകന്മാർ ജീവനോടെ, മീൻസ് ഒരുപാട് ഹോളുകളുള്ള ഒരു ഇരുമ്പ് ചട്ടി ഉണ്ടാക്കുക മനുഷ്യന്റെ രൂപത്തിൽ, എന്നിട്ട് കെട്ടി തൂക്കിയിടുക. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കഴുകൻ അല്ലെങ്കിൽ പരുന്ത് ഇവർക്കൊക്കെ വന്ന് കൊത്തി തിന്നാൻ പറ്റും, നമുക്ക് ഇണങ്ങാൻ പറ്റില്ല, കാരണം നമ്മുടെ അതേ ആകൃതിയിലാണ് ആ ചട്ടക്കൂട്ടി ഉണ്ടാക്കുക. അപ്പൊ അങ്ങനെ കൊത്തി 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 നിന്ന് മനുഷ്യൻ മരിക്കും. അതേപോലെ തന്നെ ഒരു സൂചി പോലെ കൂർത്തിട്ടുള്ള താഴത്തോട്ട് ഇങ്ങനെ വീതി കൂടി കൂടി വരുന്ന സ്തൂപികയില് മുകളിലെ ആളെ ഇരുത്തുക. അപ്പൊ അങ്ങനെ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി 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 മനുഷ്യൻ അത്തരത്തിലുള്ള വളരെ ബ്രൂട്ടലായിട്ടുള്ള ക്രൂവലായിട്ടുള്ള പണിഷ്മെന്റുകളാണ് പണ്ട് രാജാക്കന്മാർ കൊടുത്തിരുന്നത്. ഈ രാജാക്കന്മാരുടെ പ്രത്യേകത അതാണ്. നമ്മൾ രാജാക്കന്മാർ ഇപ്പൊ വലിയ രീതിയിൽ താലോലിക്കുന്നത് കാണാം, പക്ഷെ രാജാക്കന്മാരുടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പൊ അതൊന്നും പാടില്ല. ഓക്കെ, റൈറ്റ് ടു എ ഫെയർ ട്രയൽ, വിചാരണ ചെയ്യപ്പെടാനും അതിൽ നമ്മുടെ ഭാഗം പറയാനും എന്നിട്ട് തീരുമാനിച്ച് അദ്ദേഹത്തിന് മീൻസ് കുറ്റവാളിയാണെന്നോ അത് ശിക്ഷ കൊടുക്കാനോ ഒക്കെയുള്ള കാര്യങ്ങൾ അതിൽ തീരുമാനിക്കാം. ഓക്കെ, സിഗ്നിഫിക്കൻസ്. ലിമിറ്റഡ് മൊണാർക്കിയൽ പവർ മാർക്ക്ഡ് ദ ട്രാൻസിഷൻ ഫ്രം അബ്സൊല്യൂട്ട് മൊണാർക്കി ടു എ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി. ഇപ്പോഴും ഇംഗ്ലണ്ടിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയിലേക്ക്, മൊണാർക്കിയെ ലിമിറ്റ് ചെയ്യുന്നതിൽ ഈ ഇംഗ്ലണ്ടിലെ റെവല്യൂഷനും ബിൽ ഓഫ് റൈറ്റ്സും വിജയിച്ചു. ഫൗണ്ടേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ എസ്റ്റാബ്ലിഷ്ഡ് കീ principles of democratic governance and individual rights, forming the basis of future democratic documents like US Bill of Rights. പിന്നീട് വരുന്ന പല റവല്യൂഷനും എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മാർഗദർശനം എന്നുള്ളത് ഈ രക്തരഹിത വിപ്ലവത്തിൽ നിന്ന് ലഭിക്കുകയും ലോകത്തിനാകമാനം ഒരു ഡെമോക്രസി അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ റൈറ്റ്സ് ഇതിൻ്റെയൊക്കെ ഒരു തുടക്കമാവാനും ഇംഗ്ലണ്ടിന് സാധിച്ചു ഈ ഒരു വിപ്ലവത്തിലൂടെ. ഓക്കെ, ഇത്രയാണ് ഉള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, അപ്പൊ ഇതോടുകൂടി റെവല്യൂഷൻസ് കഴിയാണ്. നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് എടുക്കുക, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. ഓക്കെ, എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് തീരുമാനിച്ചിട്ട്. ഓക്കെ, ഓക്കെ, എന്നാ താങ്ക് യു.